ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ പിന്നെ എടുക്കുന്നത് സമയം ഏകദേശം 11:58 അപ്പോൾ ഇനി അധികം സമയമില്ല. ദുർക്കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. ദുർക്കുട്ടി ഇടി ഒരു 2 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പോൾ ദുർക്കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആവും. അപ്പോൾ അവൾ വിഷ് ചെയ്യാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണക്കുട്ടിയുടെ പണിയാണ് കേട്ടാ. നമ്മുടെ മുഖത്താര വരച്ചേ ഹാപ്പി ബർത്ത്ഡേ പൊന്നിന് ഞോള് എന്നിട്ട് പൊന്നുണ്ട് ഇവിടെ ഉറങ്ങണമൊന്നുമില്ലേ? 12 മണി സമയമായിട്ട് ഒരാൾ ക്യൂടെക്സ് ഒക്കെ എടുത്ത് കളിക്കാലോ. പൊന്നാ നിനക്ക് ഉറക്കൊന്നുമില്ലേടി? ഉറക്കൊന്നുമില്ല നിനക്ക്? വേണ്ട. ബർത്ത്ഡേ കാരി അച്ഛനെ വിളിക്കാം. അച്ഛാ 12 മണിയായിട്ട് കുട്ടീനെ വിഷയല്ലേ? ആ പാട്ട് ഞാൻ ഇടേണ്ടതായിരുന്നു നന്നായാനെ. ഞാൻ ആ പാട്ട് ഇട്ടതായിരുന്നു. എന്റെ കുട്ടിയാട്ടാനത്. ഷുനു എന്റെ ഇട്ടച്ഛൻ തുറക്കണ് ഗിഫ്റ്റ് അച്ഛൻ തുറക്കട്ടെ. അവിടെ പോയി നിൽക്കച്ഛൻ തുറക്കുമ്പോൾ. അങ്ങനെ ഇതാ രാവിലെ ഇപ്പോൾ ഇതൊരു കുട്ടിക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ചേട്ടൻ്റെ ഫ്രണ്ട് അഭിലാഷ് കൊടുത്തുന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടത്. അപ്പോൾ അന്ന് ഇത് ഇവിടെ ചെറിയ ഉണ്ടെങ്കിൽ ഞാനത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ 2 വയസ്സൊക്കെ ആയല്ലോ, അപ്പോൾ കുറച്ച് ബോധമൊക്കെ ആയില്ലേ. അപ്പോൾ നമ്മളത് ഇന്ന് തുറക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിന്ന് തുറന്ന് അപ്പോൾ അത് നമ്മൾ അസംബിൾ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അച്ഛനും മോളും 2 പേരും കൂടിയിട്ടാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോൾ അതിനിടയിൽ അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ വീട് അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ. ഇത് വെക്കാൻ തന്നെ വേണം അത്യാവശ്യം ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ബർത്ത്ഡേ കാരണം ഇവിടെ തന്നെ വെക്കാമെന്ന് വെച്ച് കുറച്ച് നേരം. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് വേറെ എവിടേക്കല്ല കേട്ടോ. അതൊരു കുട്ടിയുടെ, അതായത് ബർത്ത്ഡേ കാരിയുടെ ഡ്രസ്സ് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ചേട്ടന് വർക്ക് ഉണ്ടായിരുന്നു ഇത്രയും ദിവസം. പിന്നെ ശനിയാഴ്ച അല്ല, ബർത്ത്ഡേ ആയിരുന്നു, ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ വേറെ ദിവസമില്ല നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇരിങ്ങാലക്കുടയുള്ള മാക്സിക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഒന്നാമത് ധ്രുക്കുട്ടിക്ക് ഇപ്പോൾ ഈ മഴക്കാലമായി കഴിഞ്ഞ് ധ്രുക്കുട്ടിക്ക് കുറേ ബുദ്ധിമുട്ടുകളാണ് കേട്ടോ. ജലദോഷമൊക്കെ പെട്ടെന്ന് വരും. പിന്നെ ഉറങ്ങുമ്പോൾ ഒക്കെ മൂക്കട, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആളത്ര നല്ല മൂഡിലല്ല. അപ്പോൾ തലേദിവസം മൂക്കടഞ്ഞിട്ട് അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അവളെ കൊണ്ടുപോയി, കാരണം ഡ്രസ്സ് എടുക്കുമ്പോൾ അവളുടെ അളവ് വേണമല്ലോ. അപ്പോൾ അത് അവളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ കടകളൊന്നും കയറി ഇറങ്ങണമെന്ന് ആദ്യം തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കളർ അവിടെ ഇല്ല. ഒരു പർപ്പിൾ കളർ ഡ്രസ്സ് എടുക്കുന്ന വിചാരിച്ചത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ശരിയുള്ള മാച്ചിങ് വെച്ചിട്ട് നമ്മുടെ ഡെക്കറേഷനും കേക്കിനൊക്കെ കളർ വെച്ചിട്ട് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുകയാണ്. അപ്പോൾ ഈ ഡ്രസ്സ് നോക്കി, അതത്ര വലിയ ഒരു ഡെക്കറേഷനൊന്നുമില്ല, പക്ഷേ സിമ്പിൾ ഡ്രസ്സാണ്, നല്ലതായിരുന്നു. അപ്പോൾ അത് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഒരു ഷെൽ വർക്കുള്ളത് അതിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2-3 ട്രൈ ചെയ്തിട്ട് അത് നല്ലത് വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദുർക്കുട്ടിയും സെലക്ട് ചെയ്യാൻ കൂടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇടയിൽ എവിടെ ചെന്നാലും അച്ഛൻ ദുർക്കുട്ടിക്ക് ഓരോന്നും ഇങ്ങനെ കണ്ടെത്തി കൊടുക്കട്ടെ. അപ്പോൾ ഇത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് മുപ്പേൾ കൊണ്ടുവന്നേക്കാണ് കേട്ടോ ഒരു ബാഗ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പ്രായത്തിൽ അവൾക്ക് ഇട്ടിട്ട് ഒരു ഉപകാരമില്ല, അത് അവിടെ വെറുതെ ഇരിക്കുള്ളൂ, വാങ്ങണ്ടാന്ന് നിർബന്ധിച്ചിട്ട് അത് വാങ്ങിപ്പിച്ചില്ല. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു, സംഭവം നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ദുർക്കുട്ടിക്ക് ഇപ്പോൾ അത് യൂസ് ചെയ്യാനുള്ളൊരു ആവശ്യമില്ല. പിന്നെ അതവിടെ വെറുതെ ഇരുന്ന് പൊടി പിടിച്ച് നശിച്ചു പോകുള്ളൂ. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ഈ 2-3 ഡ്രസ്സ് നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ഡെയിലി കിട്ടിയ ഡ്രസ്സാണ് എനിക്കിത്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ല ഡ്രസ്സ്. ഈ ഡ്രസ്സാണ് സെലക്ട് ചെയ്ത് കേട്ടോ ട്രൈ ചെയ്തപ്പോൾ. ബാക്കിയൊന്നും നമ്മൾ എടുത്തില്ല, കാരണം നമ്മൾ ഡെക്കറേഷനും കേക്കിനൊക്കെയുള്ള ഒരു ചെറിയ കളറാണ്. എന്തിട്ടേക്ക് വേണ്ടത്? ബർത്ത്ഡേ കാര്യക്ക് എന്തിട്ടേക്ക് വേണ്ടത്? അത് വേണം, അപ്പുറത്തെ ഇപ്പുറത്തെ വേണം. അച്ഛനോട് പറഞ്ഞേക്കേ.
അപ്പോൾ അത് വാങ്ങിത്തരാൻ അച്ഛനോട് പറയാൻ പോണ പോക്കാണ് കേട്ടോ അത്. അപ്പോൾ ആൾക്കറിയാം ആരെ സോപ്പിടണമെന്നൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ മിറർ കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ ആ നീല ഡ്രസ്സും പിന്നെ ആ ഒരു പിങ്ക് ഡ്രസ്സും എടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ദുർക്കുട്ടിക്ക് ഒരു ഡെയിലി വെയർ എടുത്തു. പിന്നെ നമ്മൾ ഇരിങ്ങാലക്കുടയിൽ MCPക്ക് ചെന്നോട്ടെ, നമുക്ക് കുറച്ച് ക്യാൻഡിലും അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ എത്തിയപ്പോൾ തൊപ്പി വാങ്ങണമെന്ന് പറഞ്ഞു. അച്ഛൻ വെച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത് മാച്ചിങ് തൊപ്പി കിട്ടിയില്ല. പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ചിറക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് പിടിച്ചു കേട്ടോ. കാരണം ഡ്രസ്സിന് മാച്ചിങ് ആണ്, പിന്നെ നമ്മുടെ തീമിനും മാച്ചിങ് ആണ്. പക്ഷേ പിന്നെ എനിക്ക് തോന്നിയത് കുട്ടിയുടെ മൂഡ് അത്ര ശരിയല്ല. രാവിലെ മുതൽ ഒരു ആവശ്യമില്ലാത്ത വാശിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ചിറകൊക്കെ വെച്ചിട്ടുള്ള കേക്ക് മുറി എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവസാന നിമിഷത്തിൽ അത് അവിടെ തിരിച്ചു വയ്ക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ തൊപ്പി മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പക്ഷേ ആളെക്കാളും വലിയ തൊപ്പിയായിരുന്നു. പിന്നെ ഇതൊരു മാച്ചിങ് ആയിട്ടുള്ള ബാംഗിൾസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്, അവിടെ തന്നെയാണ്. അപ്പോൾ ഏകദേശം നമ്മളൊരു മാച്ചിങ്ങുള്ള ഒരു വള, ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള വള എടുത്തു കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ ദുർക്കുട്ടി ഹാപ്പി ആയി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ അധികം നേരം തങ്ങിയില്ല. കാരണം വീട്ടിൽ പോയിട്ട് വേണം ബാക്കി ഡെക്കറേഷനൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പോണ പോക്കിൽ നമുക്ക് ദുർക്കുട്ടിയുടെ ചേട്ടന്മാരും അതുപോലെ ആൻറ്റിനൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ ടൈമിൽ ഫുള്ള്. അപ്പോൾ അതങ്ങനെ അച്ഛൻ വണ്ടി കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചേട്ടന്മാരിനൊക്കെ കൊണ്ടുവന്നു. ചേട്ടന്മാരെ കണ്ട സന്തോഷമാണ് കേട്ടോ ദുർക്കുട്ടിക്ക്. ചേട്ടൻ്റെ മേത്ത് തന്നെ കിടക്കായിരുന്നു. കാരണം ഇവർക്ക് വെക്കേഷന് പോയിട്ട് പിന്നെ ഇവരെന്നെ കണ്ടിട്ടില്ല കുട്ടി. അപ്പോൾ കാരണം അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ആദ്യം മാത്രമാണ് ബൈക്കിൽ പോയി. ആദ്യം ഇവിടെ തന്നെ നിന്നു കേട്ടോ. പിന്നെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവരോട് ഞാൻ ബലൂൺ വീർപ്പിച്ച് തരാൻ പറയാൻ കേട്ടോ. ബാക്കിയെല്ലാം അലങ്കോലപ്പണികളും ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബലൂൺ കുറച്ച് വീർപ്പിച്ചെന്നെ സഹായിച്ചു. ബാക്കിയതിൻ്റെ ഇടയിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. കറണ്ട് പോയിട്ട് നമ്മൾ മറ്റേ ലൈറ്റൊക്കെ ഉള്ള കാരണമാണ് കേട്ടോ. കറണ്ട് പോകുമ്പോൾ കത്തുന്ന ലൈറ്റ് ഉണ്ടല്ലോ, അതുള്ള കാരണമാണ് നമ്മളിത്തിരി സമാധാനം ഉണ്ടായിരുന്നത്. കാരണം രാവിലെ തുടങ്ങിയ മഴയാണ്. നല്ല ഇരുട്ടായിട്ട് ഭയങ്കര ഇരുട്ടും നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ദുർക്കുട്ടിയും ചേട്ടനും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടന്മാരുണ്ടെങ്കിൽ ദുർക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ദുർക്കുട്ടീനെ കേക്ക് മുറിക്കുന്ന സമയത്ത് എന്താവും, കാരണം ഈ മഴ ഇങ്ങനെ നിൽക്കാമെന്ന് ഓൾറെഡി റെഡ് അലർട്ടൊക്കെ ആയിരുന്നു. ഈ മഴ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ദുർക്കുട്ടി കേക്ക് മുറിക്കുന്ന സമയത്ത് കറണ്ട് ഇല്ലെങ്കിലോ എന്താവും, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഭാഗ്യത്തിന് കേക്ക് മുറിക്കുന്ന സമയത്തൊന്നും വലിയ മഴയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ രാവിലെ മുതൽ നല്ല മഴയും കാര്യമായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കേണ്ട, കാരണം കുറേ പണികൾ അറ്റ് എ ടൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്ലീനിങ്, അതിൻ്റെ ഇടയിൽ ഡെക്കറേഷൻ, അതിൻ്റെ ഇടയിൽ ദുർക്കുട്ടിയുടെ കുറേ വാശികൾ രാവിലെ മുതൽ തുടങ്ങിയ വാശിയാണ് കേട്ടോ ആൾ. ഇപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ടൊന്നും അറിയില്ല, നല്ല വാശിയുണ്ടായിരുന്നു. തൊട്ടേനും പിടിച്ചാനൊക്കെ കരച്ചിലും അങ്ങനെ ഓരോ കാര്യങ്ങളും വന്ന് കരയിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ഡെക്കറേഷനൊക്കെ സെറ്റാക്കി. നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ബട്ടർഫ്ലൈ. ഗിഫ്റ്റ് കൊടുത്തില്ല, ഇനി വലിയ മിക്കൊന്നും കൊടുത്തേ. മനസ്സൊന്നു തണുത്തു. അങ്ങനത്തെ കുട്ടിയുടെ ചാച്ചുചേട്ടനും ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വക അവർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രണ്ടുപേരും കൂടി കൊടുക്കാൻ വേണ്ടി നിൽക്കാനുണ്ട്. സന്തോഷമായി കേട്ടോ ചേട്ടന്മാരെല്ലാവരും കണ്ടപ്പോൾ. കുട്ടി കുടിപ്പിണ്ടാ, കുട്ടി ഉടുപ്പിടാൻ മുന്നേറ്റാ. അപ്പോൾ ഞാൻ പിന്നെ മൂഡ് മാറുന്നതിന് മുന്നേ ആളൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചേട്ടന്മാർ വന്നാൽ അങ്ങനെയാണ് ഇത്ര സന്തോഷം. അതുവരെ ഒരു കരച്ചിലും പിടിച്ചിട്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വീഡിയോ എടുത്തു തന്നത് അതുക്കുട്ടനാണ്. അപ്പോൾ ചെറിയൊരു മംഗലമൊക്കെ ഉണ്ട് കേട്ടോ. ഫോക്കസ് ചെയ്തില്ല എന്ന് തോന്നുന്നു. ഇതൊക്കെ അവൻ്റെ പരിപാടിയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കലൊക്കെ. അല്ല അപ്പോൾ ചേട്ടൻ ആ സമയത്ത് അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടി പോയിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചേട്ടൻ്റെ ഒപ്പം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, പട്ടട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദുർക്കുട്ടി സന്തോഷമായിട്ട് എല്ലാവരുടെയും മറന്നാലുകളൊക്കെ ആയിട്ടുള്ള സന്തോഷമായിട്ട് നിൽപ്പാണ്.
അങ്ങനെ ഇനി ചേട്ടനും അച്ഛനും കൂടി വന്ന് കഴിഞ്ഞ് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ വല്യമ്മയ്ക്ക് വയ്യ, അപ്പോൾ വല്യമ്മ വന്നിട്ടില്ല, മൂത്ത വല്യമ്മ. അപ്പോൾ വല്യച്ഛനും വല്യമ്മയുടെ ഒപ്പം ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു കുട്ടിയുടെ ഒരു വല്യച്ഛനും കൂടി വരാണ്ട്. വല്യച്ഛൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അച്ഛനെ ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അച്ഛൻ വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ആദിച്ചേട്ടൻ്റെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും താങ്ങി പിടിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ അച്ഛനും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛനും ഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കണം കേട്ടോ. പറയാവോ? അപ്പം അങ്ങനെ അച്ഛൻ്റെ ഗിഫ്റ്റ് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം അച്ഛനെ കൊണ്ടുവരാൻ പോയാൽ ഗ്യാപ്പിൽ പോയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു. ഞാനാണ് ഒപ്പുണ്ടെങ്കിൽ ഞാനത് വാങ്ങാൻ സമ്മതിക്കില്ല. അടുത്ത് വളരെ ചെറുപ്പം പോലെ ചേട്ടാ അത് എന്ന് കാണുമ്പോൾ ഇത് വാങ്ങാൻ പറയുന്ന ഒരു സാധനമാണ് കേട്ടോ, ഉണ്ണിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ എപ്പോഴും പറയും ഉണ്ണിക്ക് പ്രായമായിട്ടുള്ള ചേട്ടാ എന്ന് പറയും. പക്ഷെ ഇപ്രാവശ്യം പാപ്പനും മോനും പോയിട്ട് ഇത് സെലക്ട് ചെയ്തപ്പോൾ ഇത് കൊണ്ടുവന്നു കേട്ടോ. കുറച്ചും കൂടി ഇപ്പോൾ ആൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടിയിട്ടില്ല, അതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ള ഐഡിയ മനസ്സിലായിട്ടില്ല. പക്ഷെ ഒന്നുകൂടി വലുതായി കഴിഞ്ഞാൽ അവൾക്ക് യൂസ് ചെയ്യാം, അവൾക്ക് മനസ്സിലാവും. ഇപ്പം തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, എന്നാലും കുറച്ചൊന്നും വലുതാവണം. അപ്പോൾ അവൾ ശരിക്കും ഒരു സൈക്കിളിൽ ഇരിക്കണ പോലെയാണ് ടൈം ഇരിക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ ചേട്ടന്മാർ ഇരിക്കാൻ നോക്കുന്നുണ്ട്. അതൊന്നും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ ചേട്ടൻ കേക്ക് തുറക്കുകയാണ്. നമ്മൾ ബട്ടർഫ്ലൈ തീം കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ സാബിത്തെന്ന ഒരു ചേച്ചിയാണ് നമുക്ക് ചെയ്ത് തന്നത്. അത് തന്നെ ബട്ടർ ക്രീമിലാണ് നമ്മൾ കേക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ചേച്ചിയോട്. ചേച്ചി അതിന് വേണ്ടി കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. പിന്നെ കാണാൻ സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദുർക്കുട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട് കേക്ക് മുറിക്കാൻ. ചേട്ടന്മാരെ ഒപ്പം നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ആദ്യച്ചേട്ടൻ മിസ്സിങ് ആണ്. ഒരാളും കൂടി ഉണ്ട്, ആൾ അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോയിട്ട് വന്നിട്ടില്ല. വെക്കേഷൻ കഴിയാറാകുമ്പോൾ അവൻ വരുള്ളൂ. അപ്പോൾ അവനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ആദ്യച്ചേട്ടനെ. അങ്ങനെ കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി തലേദിവസം തന്നെ ദുർക്കുട്ടി ഭയങ്കര ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ആൾക്ക് അറിയാം കേട്ടോ, കേക്ക് മുറിക്കണം, ബർത്ത്ഡേ കേക്ക് മുറിച്ച് എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ നല്ല അറിവാണ് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ബർത്ത്ഡേ വന്നെ കാണാൻ അത് കണ്ടിട്ടുള്ളവർക്ക് നല്ല അറിയാം. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ മുറിച്ചു. അച്ഛനും അമ്മമ്മയൊക്കെ കേക്ക് മുറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചേട്ടന്മാർക്കും കേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ തിരക്കിൻ്റെയും തിക്കിൻ്റെ ഇടയ്ക്കിൽ ഫോട്ടോസോ അങ്ങനെ ഒന്നും എടുക്കാനോ ഒക്കെ ഞാൻ മറന്നു പോയിട്ടാണ്. ഞാൻ ഓൾറെഡി ക്യാമറ അങ്ങനെ വെച്ച കാരണം പിന്നെ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചേയില്ല. ക്യാമറയിൽ വീഡിയോ എടുക്കുന്നുണ്ടുള്ളത് മാത്രമേ ചിന്തിച്ചുള്ളൂ. ദുർക്കുട്ടിയുടെ വേറെ ഫോട്ടോസ് എടുക്കാനൊക്കെ മറന്നുപോയി. പിന്നെ ഓൾറെഡി ദുർക്കുട്ടി ഇടയിൽ വാശിയും കാര്യങ്ങളൊക്കെ അതങ്ങോട്ട് വിട്ടുപോയിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ദുർക്കുട്ടിക്ക് ഫുഡ് കൊടുക്കലും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് വെക്കുകയാണ്. എല്ലാവർക്കും കൊടുക്കുന്ന ചേട്ടനെ ഞാൻ ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദുർക്കുട്ടി എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട്. അവൾ കേക്ക് ജസ്റ്റ് ഒന്ന് നക്കി നോക്കിയുള്ളൂ കേട്ടോ. കാരണം അവൾക്ക് കേക്ക് അത്ര താല്പര്യമില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് ഇങ്ങനത്തെ കേക്ക് കഴിക്കുമ്പോൾ ഓക്കാനും വരും. മധുരം അത്ര ഇഷ്ടമൊന്നുമില്ല. ഇപ്പോൾ ചെറിയതായിട്ട് ചോക്ലേറ്റ് ഫ്ലേവറാണ് ഇപ്പോൾ മുമ്പിലേക്ക് ഇഷ്ടം തോന്നുന്നുണ്ട്. ഇങ്ങനെ ക്രീം കഴിക്കുമ്പോൾ അവൾക്ക് അപ്പോൾ ഓക്കാനും വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തന്നെ അവൾ കഴിച്ചോളൂ. പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, വേസ്റ്റായി പോവില്ല. അങ്ങനെ വല്യമ്മമാരൊക്കെ കേക്ക് കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളതിൻ്റെ ഡെക്കറേഷൻ്റെ കൂരി കൊടുക്കുകയാണ് കേട്ടോ, അവളുടെ ഓരോ വാശി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലത്തെ ചേട്ടനും അനീത്തിയും ചേട്ടന്മാരൊക്കെ കൂട്ടിയിട്ട് ഭയങ്കര ഡാൻസും കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഇടാൻ പറ്റാത്ത കാരണമാണ് കേട്ടോ ഞാൻ ഫാസ്റ്റാക്കി കാണിക്കണേ. ഇവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് ചേട്ടന്മാരുടെ ഇടയിൽ എല്ലാവരും കാണല്ലേ ഡാൻസ് കളിക്കുന്നതൊക്കെ. അങ്ങനെ അവിടെ ഭയങ്കര സെലിബ്രേഷനാണ്. അങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു സുദിനാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി കൂടുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. നമ്മൾ ബിരിയാണി കേട്ടോ, വീടിൻ്റെ അടുത്ത് തന്നെയാണ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാവരും ബിരിയാണി കഴിക്കണം. ഇതൊരു കുട്ടിക്ക് അപ്പോൾ നിർബന്ധം പറഞ്ഞിട്ട് കസാലയിൽ ഇരിക്കാനാണ് കേട്ടോ, അവൾക്കും ചേട്ടന്മാരെ പോലെ കസാലയിൽ നിന്ന് കഴിക്കണം പറഞ്ഞിട്ട്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് 2 വായ അവൾ സ്വയം കഴിച്ചിരുന്നു. പിന്നെ കുറച്ച് കോഴിമുട്ടയും കഴിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, അവൾ മടുക്കുമ്പോൾ അവളെ എണീക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ എണീറ്റു. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ ചേട്ടൻ വല്യച്ഛൻ വന്നു.
അങ്ങനെ ഇതെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ധ്രുക്കുട്ടിക്ക് ഞാൻ ഫുഡ് കൊടുത്തു. പിന്നെ എന്താ ചേട്ടൻ ടൂറ് പോകാനുള്ള ഒരു ഒരുക്കത്തിലൊക്കെയാണ് കേട്ടോ. ഇന്ന് പുലർച്ചയ്ക്ക് ടൂറ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളതിൻ്റെ തിരക്കിലൊക്കെയായി. പിന്നെ എല്ലാവരും പോയി ഇതാ ബാക്കി കഴുകാനുള്ള പാത്രങ്ങളും ക്ലീനിങ്ങും മാത്രം ബാക്കിയായി കേട്ടോ. പിന്നെ ഞാൻ ധ്രുക്കുട്ടി ഭയങ്കര വാശിക്കായിരുന്നു. അപ്പോൾ അവളെ അച്ഛമ്മ മേലെ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ ഞാൻ ക്ലീനിങ് പ്രോസസ്സിലേക്ക് കടന്നു. അപ്പോൾ നമ്മൾ ബിരിയാണി കൊടുന്ന പാത്രങ്ങളൊക്കെ പകർത്താണ്ടായിരുന്നു. അതൊക്കെ പകർത്തി ഫ്രിഡ്ജിൽ വെച്ചു. അവർ കൊടുന്ന പാത്രങ്ങളൊക്കെ കഴുകലും പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കലായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ തിരക്കിലാണ്. അപ്പം അങ്ങ് വേഗം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് ചേട്ടൻ അവിടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം റൂമിലെത്തിയിട്ടാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ. ഇങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.